നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കാരണം സാധ്യത അനുസരിച്ച് നിങ്ങൾക്ക് മൂക്കുരു ഉള്ളതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് മൂക്കുരു ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മനുഷ്യർക്ക് മൂക്കുരു വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. പക്ഷേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളും സ്വാധീന ഘടകങ്ങളും കുറേയൊക്കെ വ്യക്തമാണ്. 11 മുതൽ 30 വരെ പ്രായമുള്ള 80%-ലധികം ആളുകൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് മൂക്കുരു വരുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഏത് പ്രായത്തിലുള്ളവർക്കും മൂക്കുരു വരാം. പിന്നെ മുഖത്ത് മാത്രമല്ല, തോളത്തും മുതുകത്തും നെഞ്ചത്തും കഴുത്തിലും ഒക്കെ ഇത് വരാം. നമ്മുടെ ശരീരത്തിലുടനീളം ഫോളിക്കിളുകൾ എന്ന് പറഞ്ഞ കുറേയധികം ചെറിയ ഓട്ടകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ മൊത്തം ഏകദേശം 50 ലക്ഷം ഇതുപോലത്തെ ഫോളിക്കിളുകളുണ്ട്. ഉള്ളംകൈ, കാൽപാദം, ചൊടി അതുപോലുള്ള ചുരുക്കം ചില സ്ഥലത്തേ ഇതില്ലാത്തുള്ളൂ. ഈ ഓട്ടകൾക്കകത്ത് സിബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഇവ സീബം എന്ന് പറയുന്ന ഒരു തരം എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഈ എണ്ണ നമ്മുടെ ചർമ്മത്തെയും മുടി ഉൾപ്പെടെയുള്ള രോമങ്ങളെയും മോയ്സ്ചറൈസ് ചെയ്യുന്നു. അങ്ങനെ അവയെ സുന്ദരമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങൾ സദാ പൊഴിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഏകദേശം 1 മാസം കൊണ്ട് നമ്മുടെ ചർമ്മം വളർച്ചയുടെ പല ഘട്ടങ്ങളോടെ കിടന്ന് അവസാനം പൊഴിഞ്ഞു പോകും. എന്നിട്ട് അവയുടെ സ്ഥാനത്ത് വേറെ ഉണ്ടാകും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ആവശ്യമുള്ളൊരു പ്രക്രിയയാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൻ സെല്ലുകളുടെ ഒരു കൂട്ടവും സീബവും ചേർന്ന് ഈ ഫോളിക്കിളുകൾ അടഞ്ഞു പോകും. സീബത്തിൻ്റെ നിർമ്മാണം അപ്പോഴും നിൽക്കില്ല. അങ്ങനെ ആ കുഴി നിറഞ്ഞ് വലുതാകും. പിന്നെ നമ്മുടെ ത്വക്കിൻ്റെ പുറത്തൂടെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഇവ ഈ സീബവും ചത്ത കോശങ്ങളൊക്കെ തിന്ന് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഇവ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയകളാട്ടോ. ഇവയും ചിലപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ അകത്ത് പെരുകും. എന്നിട്ട് ഒത്തിരിയായി കഴിയുമ്പോൾ അത് ഇൻഫെക്ഷന് കാരണമാകും. അങ്ങനെ മറ്റു ബാക്ടീരിയകൾക്കും അത് നല്ലൊരു വാർപ്പിടമാകും. ഇൻഫെക്ഷനെ ചെറുക്കാൻ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തനം തുടങ്ങും. അങ്ങനെ പഴുപ്പായി, നീരായി, വേദനയായി, ഒന്നും പറയണ്ട. ഫോളിക്കിളുകളുടെ മുകളിൽ അടഞ്ഞു കിടക്കുന്ന ഈ ചത്ത കോശങ്ങൾ വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ അവ ഒരു കറുത്ത നിറമായി മാറും. അതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് വിളിക്കുന്ന സാധനം. വായുവുമായി കോൺടാക്റ്റിൽ വന്നില്ലെങ്കിൽ ഒരു വെളുത്ത നിറമായിരിക്കും. അതാണ് വൈറ്റ് ഹെഡ്സ്. അങ്ങനെ ഓരോ സവിശേഷതയുള്ള കുറേ തരം മൂക്കുരുവുണ്ട്. ഏതായാലും ഈ മൂക്കുരുവൊക്കെ കുറേ ടെൻഷനും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒത്തിരി ആളുകളെ മാനസികമായും ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇതിനെ കാണാം. മൂക്കുരു വരുന്നതിൻ്റെ പ്രധാന കാരണം ജെനറ്റിക്സ് ആണ് എന്ന് പല ശാസ്ത്രജ്ഞരും കരുതുന്നു. അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് മൂക്കുരു ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇതുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മുടെ ശരീരത്തിലുടനീളം ഫോളിക്കിൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മുഖത്ത്. കൗമാരപ്രായത്തിൽ ചില ഹോർമോണുകളുടെ പ്രവർത്തനം കാരണം സീബം എന്ന എണ്ണ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ ഇവ തുടങ്ങും, പ്രത്യേകിച്ച് ആണുങ്ങളിൽ. ആ ആൻഡ്രജൻ ഹോർമോണുകളിൽ പ്രധാനി ടെസ്റ്റോസ്റ്ററോൺ ആണ്. പിന്നെ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ആൻഡ്രജൻസ് ഉണ്ട്. ആണുങ്ങൾക്കുള്ള അത്ര ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായും ഹോർമോണുകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇതും സ്കിൻ സെല്ലുകളുടെ സ്വാഭാവികമായ പൊഴിച്ചിലും മൂക്കുരുവിന് കാരണമായേക്കാം. ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രശ്നം കുറയാൻ തുടങ്ങും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ കാത്തിരിക്കുക. കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് പാടുകളും കുഴികളും ഉണ്ടാക്കും എന്നതിന് ഗ്യാരണ്ടിയാണ്. അതുകൂടാതെ ഇൻഫെക്ഷൻ ത്വക്കിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ തള്ളിവിടാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഒരു മൂക്കുരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൊക്കോളും. ഇനി അതൊരു പ്രശ്നമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതിൽ തെറ്റില്ല. മറ്റൊരു ഘടകമാണ് സ്ട്രെസ്സ്. ടെൻഷൻ ഉണ്ടാകുമ്പോൾ മൂക്കുരു കൂടുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ടായിരിക്കും ഏതെങ്കിലും പ്രത്യേക ചടങ്ങുള്ള ഒരു ദിവസം കൃത്യമായി പുരുവത്തിന് നടുക്കൊരെണ്ണം മുളയ്ക്കുന്നത്. പിന്നെ ഒരാൾക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് മൂക്കുരു ഉണ്ടാകുന്നത് എന്നൊരിക്കലും വിചാരിക്കരുത്. അതതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രം. പക്ഷേ ശാരീരിക ശുദ്ധി നിലനിർത്തുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ സഹായിക്കും. ബെൻസോയിൽ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ് പോലുള്ള കെമിക്കലുകൾ ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. പക്ഷേ ഇവയും കെമിക്കലുകളാണ് എന്ന് ഓർക്കണം. നമ്മുടെ പില്ലോ കവറുകളും ബെഡ്ഷീറ്റുകളും ആഴ്ചയിൽ ഒന്നെങ്കിലും അലക്കി വെയിലത്തിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തലയണയും മാട്രസും ഇടയ്ക്കൊക്കെ വൃത്തിയാക്കി വെയിൽ കൊള്ളിക്കണം. പിന്നെ നമ്മളും ഇച്ചിരി വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. മൂക്കുരു കൊണ്ടുവന്ന് കരുതി ഒരു വ്യക്തിയുടെ മൂല്യം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഒരു പുഴുവാണ് പിന്നീട് ഒരു സമയത്ത് ചിത്രശലമായി തീരുന്നത്. ഇതുപോലുള്ള ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിന് ഉത്തരം തരാൻ ശ്രമിക്കാം.